എല്ലാ സംഘടനകളിൽ നിന്നും ഇൽമുള്ള ആളുകളെ ഫിഖഹിൽ അഭിപ്രായം പറയാനും കിതാബ് നോക്കി ഫത്വ നൽകാനും ഉത്തരം നൽകാനും ഒക്കെ പറ്റുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടി ഒരു നല്ല കൗൺസിലുണ്ടായാൽ, ഒരു ഫോറമുണ്ടായാൽ, ഒരു കൂട്ടായ്മയുണ്ടായാൽ അത് വളരെ ഉപകാരപ്പെടും എന്നാണ് നമ്മുടെ അഭിപ്രായം. അത് നമ്മൾ 2000 മുതൽക്ക് പറഞ്ഞു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അക്കാര്യം ഒന്നുകൂടി പറയാൻ നല്ലൊരു അവസരമായി അതിൻ്റെ തുടക്കമാവട്ടെ അബ്ദുൽ അസീസ് സഖാഫിയുടെ ഈ അഭിപ്രായ പ്രകടനം. ബുഖാരി നോളജ് ഫെസ്റ്റ് എന്ന പേരിൽ ഒരു വൈജ്ഞാനിക പരിപാടി കൊണ്ടോട്ടി ബുഖാരി ക്യാമ്പസിൽ നടക്കാറുണ്ട്. ഇതിൽ പങ്കെടുത്ത സമസ്ത AP വിഭാഗം മുഷാവർ അംഗം ചെറുശോല ജലീൽ സഖാഫിയുടെ ഒരു ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കാണുന്നുണ്ട്. മസ്അലകളെ ഗ്രൂപ്പ് തിരിക്കരുതെന്നും ഫിഖ് ആയതിനാൽ ഒരു സംഘടനയിൽപ്പെട്ട എല്ലാവരും ഒരേ രൂപത്തിൽ തന്നെ മസ്അല പറയണമെന്നില്ല, കൂടിയിരുന്ന് ചർച്ച ചെയ്താൽ ഗുണകരമാകും എന്നു മാത്രം. ഇങ്ങനെയാണ് അതിൻ്റെ ചുരുക്കം. കർമ്മശാസ്ത്രത്തിൽ ഭിന്നിക്കാനുള്ള അവകാശം ഇമാമുകൾക്കേയുള്ളൂ, ഇക്കാലത്തില്ല എന്നു പറഞ്ഞ് ചിലർ ഭിന്നതയുടെ സാധ്യതയെ പറ്റയടക്കുന്നു. എന്നാൽ ഭിന്നതയുടെ വിശാലതയെ മദ്ഹബ് വിരുദ്ധമായ പോഴത്തങ്ങളെപ്പോലും അംഗീകൃത ഭിന്നതയാക്കാൻ മറ്റു ചിലരും മറയാക്കുന്നു. എങ്ങനെയാണ് നാം ഇക്കാര്യത്തെ സമീപിക്കേണ്ടത്? ഇക്കാര്യത്തെ സമീപിക്കേണ്ട രീതിയാണ് കേരള സംസ്ഥാന ജമിയത്തുലമ രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ മശായിഖുമാർ പ്രത്യേകം കാണിച്ചത്. കാരണം കേരള സംസ്ഥാന ജമിയത്തുലമ എന്ന മഹത്തായ സംഘമുണ്ടായത്, ഈ സംഘം ഉണ്ടാകുന്നതിന് മുൻപും വർഷങ്ങൾക്ക് മുൻപ് ഉച്ചഭാഷിണി എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ നാട്ടിൽ രംഗത്ത് വന്നയിടം മുതൽ അതിനെ ഇബാദത്തുകളിലും ആരാധനകളിലും പള്ളിയും കൊണ്ടുവരിക എന്നതിനെ എതിർത്തിരുന്ന നയമാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്കെല്ലാം ഉണ്ടായിരുന്നത്. അന്ന് സംഘടനാ വിവേചനമൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടായിരുന്നത്. സമസ്തയുടെ രൂപീകരണ കാലത്തും അങ്ങനെ തന്നെയാണുള്ളത്. സമസ്തയുടെ രൂപീകരണ കാലത്തൊന്നും നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ല. 1945 കാലത്തൊക്കെ മക്കത്ത് ഹറമിൽ പോലും വന്നിട്ടില്ല. അക്കാലത്തൊന്നും മക്കത്ത് ഹറമിൽ പോലും വന്നില്ല. ആ ഭരണകൂടത്തിൻ്റെ പേരിൽ മൈക്ക് കൊണ്ടുവരാനൊക്കെ ഒരു തടസ്സവുമില്ലാത്ത അത്തരം രാഷ്ട്രങ്ങളിലെ ഏറ്റവും വലിയ പ്രധാന കേന്ദ്ര ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന കേന്ദ്രത്തിൽ പോലും അക്കാലം വരെ മൈക്കുകൾ ഉപയോഗിക്കാതെയാണ് നടന്നിരുന്നത്. ഈ ബാത്തുകളൊക്കെ നിസ്കാരവും മറ്റുള്ള എല്ലാം നടന്നിരുന്നത് അങ്ങനെയാണ്. അങ്ങനെ നടന്നിരുന്ന ഒരു കാര്യത്തിൽ സുന്നികളുടെ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ആ നിലപാടനുസരിച്ച് ഫത്വ നൽകിയ മശായിഖുമാരുടെയും ലോകം അംഗീകരിക്കുന്ന ശംസുലുലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അല്ലാമ, ബഹുമാനപ്പെട്ട ഷെയ്ഖാദം ഹദറത്ത്, ബാക്കിയാത്തിലെ ഒരുപാട് കാലത്തെ പ്രിൻസിപ്പളായ മഹാനായ ഷെയ്ഖാദം ഹദറത്ത് തുടങ്ങിയിട്ടുള്ള മഹാന്മാർ, അതേപോലെ സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രസിഡൻ്റായിരുന്ന ബഹുമാനപ്പെട്ട താജുലുലമ അവറുകൾ, ഇവരൊക്കെ ഈ വിഷയം ചർച്ചയായി സുന്നികൾക്കിടയിൽ വന്നപ്പോഴേ ഇത് ഇബാദത്തുകളിൽ കൊണ്ടുവരുന്നതിനെ എതിർത്തുകൊണ്ട് ഫത്വ ചെയ്തിട്ടുള്ളവരാണ്. 1966 കാലത്ത് ഈ ഫത്വകൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ളൊരു വിഷയം സമസ്ത കേരള ജമിയത്തുലമ രൂപം കൊണ്ട 1925 മുതൽക്കുള്ള കാലത്ത് 1967 ഏപ്രിൽ മാസം 8-ാം തീയതി വരെയുള്ള എല്ലാ മുശാവറുകളുടെ തീരുമാനങ്ങളും എല്ലാ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാലും മദ്ഹബ് സംബന്ധമായ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു മദ്ഹബിൻ്റെ അഭിപ്രായമോ അല്ലെങ്കിൽ മദ്ഹബിൻ്റെ അഭിപ്രായമാണെന്ന് തങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായമോ സമസ്തയുടെ പേരിൽ സംഘടനാപരമായി നൽകാൻ പാടില്ല. കാരണം സമസ്ത മൊത്തം അതിന് ബാധകക്കാരാവും. സമസ്ത കേരള ജമിയത്തുലമക്ക് മൊത്തം ഒരു തീരുമാനമായി ഇത് മാറും. സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളുള്ള ഒരു കാര്യമായിട്ടിത് മാറും. കാരണം 4 മദ്ഹബുകാർക്കും അണിനിരക്കാനുള്ളതാണല്ലോ സമസ്ത കേരള ജമിയത്തുലമ. അതാണ് അതിൻ്റെ ഭരണഘടന പറയും, 4 മദ്ഹബുകാർക്കും അണിനിരക്കാം. 2 വിശ്വാസ സരണിയിലെ അശ്യാരി മാതുരീദി ത്വരീഖത്ത് സ്വീകരിച്ചവർക്കും ഇതിൽ അംഗമാകാം. അപ്പം അവർക്കൊക്കെ അംഗമായി പ്രവർത്തിക്കണമെങ്കിൽ അവർക്കൊക്കെ സ്വീകാര്യമായതല്ലേ സംഘടനയുടെ അഭിപ്രായമാകാൻ പാടുള്ളൂ. അത്തരം ഒരഭിപ്രായമാണ് ഗുരുമഹത്തുക്കളിൽ ഗുരുമഹത്തുക്കളായ സമസ്തയുടെ അവലംബങ്ങളും ആലംബങ്ങളുമായിരുന്ന അതിൻ്റെ സംരക്ഷകരും ഉപദേഷ്ടാക്കളുമായിരുന്ന മഹാനായ പാങ്ങിൽ അഹമ്മദ് മുട്ടി മുസ്ലിയാരൊക്കെ വഫാത്തായത് ഇതേ നിലപാടിലാണ്. ഇഷ്ടഭാഷകളൊന്നുമില്ലാതെ വഫാത്ത് വരേക്കും അവരുടെ ജീവിതത്തിൽ ഒന്നും നിസ്കാരത്തിലോ ഖുത്ബയിലോ ഉപയോഗിച്ചിട്ടില്ല. അന്നൊന്നും സുന്നികളാരും ഉപയോഗിക്കാറുമില്ല. വന്ന കാലത്തും 45
കാര്യവട്ടം സമ്മേളനം മുതൽക്ക് മഹാനവറുകൾ കിടപ്പിലാവുകയും തൊട്ടടുത്തായിട്ടൊക്കെ വഫാത്താവുകയും ചെയ്ത ശേഷം സമസ്തയെ നിലനിർത്തുന്നത് ബഹുമാനപ്പെട്ട അല്ലാമ ശംസുലുലമ ഖുത്ബി അവർകളാണ്. അവരുടെ ശിഷ്യന്മാരല്ലാതെ സമസ്തയെ നയിക്കുന്ന വലിയ പണ്ഡിതന്മാർ വന്നിട്ടില്ല. അല്ലെങ്കിൽ ശിഷ്യന്മാരാണ് പിന്നീട് വന്നത്, ഇവരുടെ വഫാത്തിന് ശേഷം വന്നതൊക്കെ. അപ്പോൾ അവരുടെ വഫാത്തിന് ശേഷം അവരുടെ ശിഷ്യന്മാരടക്കമുള്ള ചിലർ അവരുടെ സ്വന്തം അഭിപ്രായം സമസ്തയുടെ തീരുമാനമാക്കി വെക്കുമ്പോൾ 4 മദ്ഹബിൻ്റെയും തീരുമാനമാവുകയാണിത്. 2 വിശ്വാസ സരണിയുടെ ഭാഗം ഭിന്നിപ്പുകൾ സ്വീകരിക്കെ 2ൻ്റെയും ഏകകണ്ഠമായ നിലപാടാവുകയാണ് ഇബാദത്തുൽ യന്ത്രം ഉപയോഗിക്കുന്നത്. ഇത് സമസ്ത പാസ്സാക്കിയതോടുകൂടെ തന്നെ മദ്ഹബ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത്, ഫത്വ നൽകുന്നത് സംഘടനാപരമായി പറ്റില്ല എന്ന അതിൻ്റെ പ്രഖ്യാപിത നയവും അനുവർത്തിച്ചു പോകുന്ന നയവും 40 കൊല്ലത്തെ അതിൻ്റെ പ്രവർത്തനത്തിൽ നയവും ലംഘിക്കപ്പെടുകയാണ്. ഇങ്ങനെ വന്നതുകൊണ്ട് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ രൂപീകരിക്കപ്പെട്ടു. എന്തിന്? ഈ 4 മദ്ഹബുകളും സംരക്ഷിക്കാൻ, 2 വിശ്വാസ സരണിയും സംരക്ഷിക്കാൻ. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടന അതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അധ്യക്ഷരായും ഇതിൻ്റെ സ്ഥാപകരായും വന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർക്കൊക്കെ ഇത് പറ്റില്ല ഇബാദത്തുകളിൽ എന്ന അഭിപ്രായമായിരുന്നിട്ടും ആ അഭിപ്രായം സംസ്ഥാന പാസ്സാക്കിയിട്ടില്ല. സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനമായി ഒരിക്കലും വന്നിട്ടില്ല. സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഇത് സംബന്ധിച്ചമായിട്ട് ഏവർക്കും സ്വീകാര്യമായൊരു തീരുമാനമാണുള്ളത്. ഇത് സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസമുണ്ട്. പല പണ്ഡിതന്മാരും പലതാ പറയുന്നത്. ഇബാറത്തുകൾ ശരിക്കും നോക്കിയിട്ട് കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ, സുന്നി പണ്ഡിതന്മാർ, ഷാഫി മദ്ഹബുകാർ, നമ്മൾ കേരളത്തിലെ പണ്ഡിതന്മാരൊക്കെ ഇത് പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇഷ്ടപ്രകാരം ഇബാറത്തുകൾ വെട്ടിമുറിക്കുന്നവരൊക്കെ ഉണ്ട്, അത് പറ്റുന്ന അഭിപ്രായപ്പെടുന്നവരുണ്ട്. പക്ഷെ അവർക്കും ജായിസാണെന്നല്ലേ അഭിപ്രായമുള്ളൂ. നന്ന് എന്നാരും പറയുന്നില്ല, വേണമെന്നാരും പറയുന്നില്ല. അതുകൊണ്ട് ഇത് ഒഴിവാക്കണം. ഇതാർക്കാ പറഞ്ഞുവിടാത്തത്? മദ്ഹബ് സംബന്ധമായ വിഷയമല്ലല്ലോ. അന്ന് തൊട്ട് ഇന്ന് വരെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ സംഘടനാപരമായി മദ്ഹബ് പരമായൊരു വിഷയത്തിലെ ശാഫിഈ മദ്ഹബുകാരാണ് അതിൽ ഭൂരിപക്ഷവും, എന്നിട്ടും പാസ്സാക്കിയിട്ടില്ല. ഇതാണ് കേരളീയ സമൂഹത്തിലെ സുന്നികൾ പുലർത്തി പോരുന്നത്. സുന്നത്ത് ജമാഅത്തിൻ്റെ തന്നെ അടിസ്ഥാന നില ഇതാണ്. 4 മദ്ഹബുകളും ഹക്കാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായങ്ങളെല്ലാം ഹക്കാണ്. അതിനെയൊക്കെ ആരെതിർത്താലും അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾക്കുണ്ട്, പണ്ഡിതന്മാർക്കുണ്ട്. ഹനഫി മദ്ഹബിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഹനഫി മദ്ഹബിലെ ഒരഭിപ്രായത്തെ പുച്ഛമാക്കിയിട്ട് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ പ്രതിരോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്, സുന്നി പണ്ഡിതന്മാർക്കുണ്ട്. അങ്ങനെയുള്ള ബാധ്യതകൾ നിറവേറ്റുമ്പോൾ മദ്ഹബിൽ സംഘടനയുടെ അഭിപ്രായമായിട്ടോ എല്ലാവരും കൂടി എടുക്കുന്ന തീരുമാനമായിട്ടോ ഒന്നു വരാൻ ഒരു ചാൻസും ഇല്ലല്ലോ. ഇത് മനസ്സിലാക്കി തരുന്നത് എന്താണ്? 4 മദ്ഹബുകളും അതിൻ്റെ അകത്തുള്ള എല്ലാ അംഗീകൃത അഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്ക് പുലർത്താം, അവരെ അനുകരിക്കുന്നവർക്കും പുലർത്താം. അപ്പോൾ പണ്ഡിതന്മാർക്കും പണ്ഡിതന്മാരെ അനുകരിക്കുന്നതും പുലർത്താവുന്ന എല്ലാ അഭിപ്രായം വരുമ്പോൾ എങ്ങനെയാണ് പണ്ഡിതന്മാർ ഭിന്നിക്കാതിരിക്കുക? ഭിന്നിക്കാൻ പല ചാൻസും ഉണ്ട്. ഇമാമുകൾക്ക് ശേഷം ഭിന്നിക്കാനുള്ള ഒരവകാശവും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇമാമുകൾക്ക് ശേഷം ഭിന്നിക്കുക എന്ന് പറഞ്ഞാൽ പലതരം അവകാശമുണ്ട് ഇതിൽ പറയാൻ. ആ അവകാശത്തിൽ ചിലർ സ്വതന്ത്ര മുജ്തഹിദുകളായി സ്വതന്ത്ര പ്രമാണങ്ങളെ സമീപിക്കുകയും സ്വതന്ത്രമായി പ്രമാണങ്ങളിൽ നിന്ന് ഇജ്തിഹാദ് ചെയ്യുകയും ചെയ്യുന്ന മുജ്തഹിദുകളുണ്ട്. അവർ 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ കഴിഞ്ഞ ശേഷം വന്നിട്ടില്ല എന്നാണ് നമ്മൾ സുന്നികൾ പൊതുവായി അംഗീകരിക്കുന്നത്. അതിൽ AP സമസ്തയായാലും EK സമസ്തയായാലും സംസ്ഥാനയായാലും ദക്ഷിണയായാലും ഒക്കെ ഒന്നാണ്. കാരണം മുജ്തഹിദീങ്ങളും ഇജ്തിഹാദും അവസാനിച്ച ശേഷമൊക്കെ ആ മുജ്തഹിദീങ്ങളെ പിന്തുടർന്നു കൊണ്ട് പോകാനേ പറ്റൂ. അപ്പോൾ പിന്തുടർന്നു പോയാലോ 4 മദ്ഹബും പിന്തുടരാം. ആ 4 മദ്ഹബിനകത്ത് മദ്ഹബിൻ്റെ വീക്ഷണത്തിന് അഭിപ്രായമല്ലാതിരുന്നിട്ടും ആ മദ്ഹബിനകത്തുള്ള അഭിപ്രായമാണ് എന്ന് അംഗീകൃതമായാൽ ആ അഭിപ്രായം സ്വീകരിക്കാനും പറ്റും, ആളുകൾക്കും പറ്റും, പറഞ്ഞു കൊടുക്കാൻ പണ്ഡിതന്മാർക്കും പറ്റും. ഇതിന് പറ്റുന്ന നിലയായിരിക്കെ മദ്ഹബിനെ പുലർത്തുന്നവർക്കും മദ്ഹബിനെ ഉദ്ധരിക്കുന്നവർക്കും ഭിന്നിക്കാൻ അവകാശമുണ്ട്. ഇനി ആ അവകാശത്തിലെ എല്ലാ അഭിപ്രായം പറയാനുള്ള അവകാശങ്ങളും പോയി എന്ന് കൂട്ടിക്കോളി. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ശരിയാണ്. നേവി ഇമാമും റാഫി ഇമാമും വന്ന് നമ്മുടെ മദ്ഹബിനെ തെഹ്രീർ ചെയ്ത ശേഷം നമ്മുടെ മദ്ഹബിൽ ആരും അവരുടെ അഭിപ്രായത്തിന് വിരുദ്ധമായി പറഞ്ഞാൽ മദ്ഹബിൻ്റെ വീക്ഷണമായി പരിഗണിക്കില്ല. എങ്കിലും മദ്ഹബിൻ്റെ വീക്ഷണമല്ല മദ്ഹബിനകത്ത
അപ്രബലമായ വീക്ഷണമായി നമുക്ക് മനസ്സിലാക്കാം. പല സമയത്തും അത് ഉദ്ധരിക്കാനും അത് പ്രവർത്തിക്കാനും അത് അനുകരിക്കാനും അതനുസരിച്ച് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും രക്ഷപ്പെടാനൊക്കെ പറ്റും. അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെയും നമ്മൾ കാത്തു സംരക്ഷിക്കണം. ഇതിനുള്ള അവകാശം പണ്ഡിതന്മാർക്കുണ്ട്. ഇനി പോകട്ടെ, അഭിപ്രായം കിതാബുകൾ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് കണ്ടെത്താം. അങ്ങനെ കണ്ടെത്തുന്നതിലുമുണ്ടല്ലോ അഭിപ്രായ വ്യത്യാസത്തിന് ചാൻസ്. തുഹ്ഫ നോക്കി ഒരാൾ നിഹായം നോക്കി. ഇമാം റംലി പ്രബലമാക്കിയ അഭിപ്രായമല്ല ഇമാം ഇബ്നു ഹജർ തങ്ങൾ പ്രബലമാക്കിയ അഭിപ്രായം നബി ഇമാമിൻ്റെ വീക്ഷണമായി. ഇങ്ങനെ വന്നാൽ ഒരാൾ നിഹായ അനുസരിച്ച് ഫത്വ കൊടുക്കാലോ, ഒരാൾ തുഹ്ഫ അനുസരിച്ചും ഫത്വ കൊടുക്കാലോ. രണ്ടനുസരിച്ച് ഫത്വ കൊടുത്താലും ആ രണ്ട് ഫത്വയും അംഗീകൃതമാണ്. അത് സമസ്തയുടെ പണ്ഡിതന്മാർക്കും പറ്റും, സംസ്ഥാനയുടെ പണ്ഡിതന്മാർക്കും പറ്റും, ദക്ഷിണയുടെ പണ്ഡിതന്മാർക്കും പറ്റും, സമസ്തയിലെ രണ്ട് ഗ്രൂപ്പുകാർക്കും പറ്റും. അങ്ങനെ ഭിന്നിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ പറയാനും ഫത്വ നൽകാനും. പോകട്ടെ, തുഹ്ഫ തന്നെ അവലംബിക്കുന്നവർ, ഷാഫി മദ്ഹബിൽ തുഹ്ഫ തന്നെ അവലംബിക്കുന്നവർ കേരളീയ ഉലമാവിനെ പോലെ, കേരളീയ ഉലമാ സംസ്ഥാനക്കാരും സംസ്ഥാനക്കാരും ദക്ഷിണക്കാരും ഒക്കെ അങ്ങനെ തന്നെയുള്ളൂ, തുഹ്ഫനെയാണ് അംഗീകരിക്കുക, ഇബ്നു ഹജർ തങ്ങളെയാണ് അവലംബമാക്കാറ്. ഈ അവലംബമാക്കുന്ന പണ്ഡിതന്മാർക്ക് തന്നെ തുഹ്ഫയുടെ വാക്യത്തിൽ നിന്ന് മനസ്സിലാകുന്ന വ്യാപ്തിപ്രകാരം മനസ്സിലാകുന്ന കാര്യങ്ങൾ ഒരാൾക്ക് മനസ്സിലാകണമെന്നില്ല മറ്റേയാൾക്ക് മനസ്സിലാകുന്നത്. ഒരാൾക്ക് മനസ്സിലാകുന്നതിൻ്റെ വിപരീതം മറ്റൊരാൾക്ക് മനസ്സിലാകാം. പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് ഇതിന് സാധിക്കും. അപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിനുള്ള സാധ്യതകളുണ്ട്, ഇനിയും ഉണ്ട്. അതിൻ്റെ കീഴ്പോട്ട് പോകുന്ന കിതാബുകൾ നമ്മൾ പരിഗണിക്കുന്ന തെർശീഹ് പോലുള്ള കിതാബുകൾ ഇമാം ഇബ്നു ഹജറിൻ്റെയും നിഹായയുടെയും എല്ലാം ശേഷം വന്ന കിതാബുകളാണ്. ആ കിതാബുകൾ നോക്കിയിട്ട് കാര്യം മനസ്സിലാക്കുന്നിടത്തും സർഗശേഷി കൊണ്ടും ബുദ്ധിശേഷി കൊണ്ടും ഗ്രാഹ്യശേഷി കൊണ്ടും ുള്ള അറിവ് കൊണ്ടും ഒരാൾ മനസ്സിലാക്കുന്നത് ആയിക്കൊള്ളുന്നില്ല. ഇതിലൊക്കെ താഴ്ന്ന ആളുകൾ മനസ്സിലാക്കുന്നത്. രണ്ടും രണ്ടാവാം. രണ്ടാൾ മുഫ്തിമാരുമാണ്. അങ്ങനെ വന്നാൽ ഒരാൾക്ക് മനസ്സിലായത് ഒരാൾക്ക് പറയാം, മറ്റൊരാൾക്ക് മനസ്സിലായത് ഒരാൾക്ക് പറയാം. അപ്പോൾ അതനുസരിച്ച് പ്രിയപ്പെട്ട ജലീൽ സഖാഫി എന്ന് പറഞ്ഞ മുഷാവറ മെമ്പർ പറഞ്ഞ അഭിപ്രായം വളരെ ശരിയാണ്. സംഘടനയിലുള്ള ആളുകൾ എല്ലാവരും ഒരേ അഭിപ്രായം തന്നെ ഒത്തു കൊടുത്തുകൊണ്ടെന്നില്ല, പറഞ്ഞുകൊണ്ടെന്നില്ല. ഏതാണ്ട് ഒരു സംഘടനയിലുള്ള ആളുകൾ ഭിന്നിക്കുന്നത് പൊതുവിൽ ക്ഷയമല്ലല്ലോ ഇന്നത്തെ സമൂഹത്തിൽ. ഒരാൾക്ക് 10 അഭിപ്രായം, 10 അഭിപ്രായം എന്ന് പറയുമല്ലോ. അങ്ങനെയുള്ളത് ഒഴിവാക്കാൻ സംഘടനക്കകത്തുള്ള ആളുകൾ ഒന്നിച്ച് ചർച്ച ചെയ്താൽ തിരക്കേടില്ല. നന്ന് എന്നല്ലാതെ അനിവാര്യമാണെന്ന് തോന്നും. കാരണം പലരും പല അഭിപ്രായം പോയാൽ ഇന്നത്തെ സമൂഹത്തിനിടയിൽ കുഴപ്പം പിടിക്കും. ആ കുഴപ്പത്തിൽ നിന്ന് പോകാൻ അവർ കൂടിയിരുന്ന് ചെയ്യണം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, നമ്മളെ സംബന്ധിച്ചും ശരിയാണ്. അതേസമയം നമ്മൾ ഇതിൻ്റെ മുമ്പ് സംഘടനാപരമായി SYF തന്നെ മുന്നോട്ട് വെച്ച ഒരാശയമുണ്ട്. സമസ്തയുടെ പ്രഗത്ഭരായ നല്ല ഉലമാക്കൾ, കേരള സംസ്ഥാന ജമിയത്തുലമയുടെ സാരഥികൾ, ഇവരൊക്കെ വഫാത്തായ പശ്ചാത്തലം. ഒരു 2000-ഓടെ ഇവരെല്ലാം വഫാത്തയക്കണം. പ്രധാനപ്പെട്ടവരൊക്കെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഊർ, താജുൽ ഉലമാ നമ്മുടെ ശൈഖുന, ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ, അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെയാണ് കേരളത്തിൽ നമ്മൾ കാണുന്ന സമൂഹത്തിൽ വലിയ ആഴമുള്ള പണ്ഡിതന്മാരും ഗ്രാഹ്യശേഷിയുള്ള പണ്ഡിതന്മാരും. അന്ന് ഫത്വ കൊടുക്കുന്ന പ്രധാന പണ്ഡിതന്മാർ ഇവരൊക്കെയാണ്. ഇത്തരം പണ്ഡിതന്മാരൊക്കെ വേർപ്പെട്ട ശേഷമാണ് 2000 മുതൽക്കുള്ള കാലം. അതിൻ്റെ മുമ്പ് കാലവ്യത്യാസത്തോടു കൂടെ ഓരോരുത്തരും പോയി. അംഗീകൃതരായ മഹാപണ്ഡിതന്മാരൊക്കെ വഫാത്തായ സാഹചര്യത്തിൽ ബുൽബുൽ എന്ന SYFൻ്റെ മുഖപത്രത്തിൽ പത്രാധിപുക്കർ എഴുതിയിട്ടുണ്ട്. ഒരു ഫിഖ് കൗൺസിൽ രൂപീകരിച്ചിട്ട് കേരളത്തിലെ ഉലമാ സംഘടനയിലുള്ള എല്ലാ ആളുകളിൽ നിന്നും പ്രതിനിധികളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് വിഷയങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് നിഗമനത്തെത്തുന്നത് ഇനിയുള്ള കാലത്തേക്ക് ഭിന്നിപ്പുകൾ കുറക്കാനും സംഘടനകൾ തമ്മിലുള്ള പാരസ്പര്യം പുലർത്താനും അത് നല്ല നിലയിൽ പോകാനും ജനങ്ങൾ വഴിവഴിച്ചു പോകാതിരിക്കാനും രൂപീകരിക്കണം ഒരു ഫിഖ് കൗൺസിൽ എന്ന്. ഈ അഭിപ്രായം ഉത്തരവാദപ്പെട്ട സംഘടനാ നേതാക്കളെ അറിയിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തിട്ട് പോലുമുണ്ട്. പക്ഷേ അതിന് നേരെ മൗനം പാലിക്കുകയാണ് എല്ലാ സംഘടനകളും ചെയ്ത്. ഒരു സംഘത്തിനും അതിൻ്റെ സംഗതിക്കായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. ആ അഭിപ്രായം സ്വന്തം സംഘടനയിലെങ്കിലും അങ്ങനെ കൂടണമെന്നൊരു അഭിപ്രായം ജലീൽ സഖാഫി പറഞ്ഞല്ലോ.
അബ്ദുൽ ജലീൽ സഖാഫി മുഷാവറ മെമ്പർ എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം അതൊന്നുകൂടി വിപുലപ്പെടുത്തിയിട്ട് SYF പറഞ്ഞ ഈ ഒരു ഫിഖ് കൗൺസിലിൻ്റെയോ പേരെന്തെങ്കിലും ആവട്ടെ, നേതൃത്വമാർക്കോ ആവട്ടെ, എല്ലാ സംഘടനകളിൽ നിന്നും ഇൽമുള്ള ആളുകളെ ഫിഖിൽ അഭിപ്രായം പറയാനും കിതാബ് നോക്കി ഫത്വ നൽകാനും ഉത്തരം നൽകാനും ഒക്കെ പറ്റുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടി ഒരു നല്ല കൗൺസിലുണ്ടായാൽ, ഒരു ഫോറം ഉണ്ടായാൽ, ഒരു കൂട്ടായ്മയുണ്ടായാൽ അത് വളരെ ഉപകാരപ്പെടും എന്നാണ് നമ്മുടെ അഭിപ്രായം. അത് നമ്മൾ 2000 മുതൽക്ക് പറഞ്ഞു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അക്കാര്യം ഒന്നുകൂടി പറയാൻ നല്ലൊരു അവസരമായി അതിൻ്റെ തുടക്കമാവട്ടെ അബ്ദുൽ അലീസ് സഖാഫിയുടെ ഈ അഭിപ്രായ പ്രകടനം.